എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മൾ വെറുതെ കളയുന്ന കേടായ ചെറുനാരങ്ങയും അതുപോലെ ചെറുനാരങ്ങയുടെ തൊണ്ടൊക്കെ വെച്ചിട്ടുള്ള കുറച്ച് ടിപ്പുകൾ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മളൊക്കെ അധികം ചെറുനാരങ്ങ വാങ്ങുന്ന സമയത്ത് ചിലപ്പോൾ കേടാവാറുണ്ട്. ശരിയായിട്ട് തന്നെ സൂക്ഷിച്ച് വെച്ചിട്ടില്ലെങ്കിൽ അധികം ചെറുനാരങ്ങ ഫ്രിഡ്ജിൽ വെച്ചാലും അതിൻ്റെ ആ ഒരു കളറൊക്കെ മങ്ങി പിന്നെ ചെറിയതായിട്ട് ചീഞ്ഞു പോവുക, അതുപോലെ ഉണങ്ങുക, അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ കളയാണ്ട് ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഉപയോഗിക്കാം പറ്റും. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവർക്കും തന്നെ വീഡിയോ യൂസ്ഫുൾ ആവും. സ്കിപ്പ് ചെയ്യാണ്ട് കാണും കേട്ടോ. എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ പറയാനായിട്ട് മറക്കരുതേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ തുടങ്ങാം. ഞാനിപ്പോൾ ഇതുപോലെ കുറച്ച് ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ വെറുതെ ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിൽ ഇട്ടിട്ട് റഫായിട്ട് ഫോൾഡ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്. അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വന്നത്. കണ്ടില്ലേ, കുറച്ച് ഭാഗത്തൊക്കെ അങ്ങനെ കളറൊക്കെ വന്നു, അതുപോലെ ചിലതൊക്കെ ഒന്ന് കേടായി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന സമയത്ത് നമ്മളിത് കളയാതെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഇതിനെ നടുവേ ഒന്ന് മുറിക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു കിട്ടുന്ന ജ്യൂസൊക്കെ എടുത്തിട്ട് മാറ്റിയിട്ട് ഒരു പാത്രത്തിലേക്ക് വെക്കാം. എന്നിട്ട് കുറച്ച് ആ ഒരു തൊലി പോലത്തെ ഭാഗമല്ലേ, അത് ഇതുപോലെ ഞാനിങ്ങനെ ഒരു പപ്പടക്കോല് വെച്ചിട്ടൊന്ന് കോർത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഗ്യാസിൽ ചൂടാക്കിയിട്ട് ഒന്ന് ഇതിൻ്റെ ആ ഒരു സ്കിന്നൊക്കെ ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഇതിങ്ങനെ വെള്ളത്തിൽ തിളപ്പിച്ചിട്ടാണ് ചെയ്യാറ്. ഇപ്പോൾ ഞാൻ ഇതുപോലെയാണ് ചെയ്യാറ്. കുറച്ചുകൂടി എളുപ്പമായിട്ട് എനിക്ക് ഇതാ തോന്നുന്നത്. കണ്ടില്ലേ, ഇതുപോലെ ഇങ്ങനെ കോർത്തെടുക്കുക. അപ്പോൾ കിട്ടാവുന്ന ജ്യൂസ് കുറച്ചൊക്കെ നമുക്ക് എടുത്തിട്ട് മാറ്റി വയ്ക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ ഇങ്ങനെ കോർത്തെടുക്കുക കേട്ടോ. എന്നിട്ട് നമുക്കിതൊന്ന് ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ കാണിച്ചിട്ട് ഒന്ന് അതിൻ്റെ ഒരു സ്കിന്ന് സോഫ്റ്റ് ആക്കി എടുക്കാം. ഇനി അത് ഇതുപോലെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇടുക. എന്നിട്ട് ചെറുതായിട്ടൊന്ന് പീസാക്കി ഇട്ടോളൂ കേട്ടോ. എന്നിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അടിച്ച് ജ്യൂസാക്കി എടുക്കണം. ഇപ്പോൾ നമ്മളിങ്ങനെ അടിച്ചൊക്കെ എടുക്കുമ്പോൾ ഇതുപോലൊരു പേസ്റ്റ് പോലെ കിട്ടും. അപ്പോൾ വല്ലതൊക്കെ ചെറിയ 1-2 പീസൊക്കെ അരയാണ്ട് കിടക്കുന്നുണ്ടെങ്കിൽ അത് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് കളഞ്ഞാൽ മതി. കണ്ടില്ലേ, അപ്പോൾ ഇതുപോലെ നല്ല കുറുകിയിട്ടിരിക്കും. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് കല്ലുപ്പാണ്. അപ്പോൾ 1-2 ടേബിൾ സ്പൂണൊക്കെ വേണമെങ്കിൽ ചേർക്കാം. ഞാനിപ്പോൾ ഇതിൽ 1 ടേബിൾ സ്പൂൺ കല്ലുപ്പാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ചേർക്കാനായിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കല്ലുപ്പ് ഇല്ലെങ്കിൽ മാത്രം പൊടിയുപ്പ് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി നമുക്കിതിലേക്ക് ലേശം ഡിഷ് വാഷ് സോപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂണൊക്കെ മതി. അപ്പോൾ നമുക്ക് നല്ലൊരു പത കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് ഈ ഒരു ലിക്വിഡിനെ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ആക്കി എടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ഡിഷ് വാഷായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ വിളക്കൊക്കെ കഴുകാനില്ലേ, ഇത് നല്ല സൂപ്പറാണ്. അപ്പോൾ ആ ഡിഷ് വാഷിൻ്റെ കഴിഞ്ഞ ഒരു കുപ്പിയിൽ ഇത് നമുക്ക് ഒഴിച്ചു വയ്ക്കാൻ പറ്റും. അപ്പോൾ 1-2 ആഴ്ചയൊക്കെ കേടാവാണ്ട് എന്തായാലും ഇരിക്കും. അപ്പോൾ നമുക്കിത് എല്ലാ ദിവസവും വിളക്കൊക്കെ കഴുകുമ്പോൾ എടുത്തിട്ട് വിളക്കിലൊന്ന് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക. ഒരു 5-10 മിനിറ്റ് വെച്ചിട്ട് നന്നായിട്ട് കഴുകി കഴിഞ്ഞാൽ നല്ല പുതിയതുപോലെ നല്ലൊരു തിളക്കത്തോടെ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ഡിഷ് വാഷ് വെച്ച് കഴുകുന്ന പോലെയല്ല, ഇത് വെച്ച് കഴുകുമ്പോൾ നിങ്ങളത് ഉപയോഗിച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു റിസൾട്ട് മനസ്സിലാവും. ഇതിപ്പോൾ നമുക്ക് ഏത് തരത്തിലുള്ള ഓട്ടുപാത്രങ്ങളോ എന്തായാലും കഴുകാനായിട്ട് ഈ ഒരു ലിക്വിഡ് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ സാധാരണ പ്ലേറ്റുകൾ കഴുകാനായാലും നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ചെറിയൊരു പതയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഡിഷ് വാഷും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തത്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ജ്യൂസ് ഇല്ലേ ഇതിൻ്റെ, അതൊക്കെ നമുക്കിങ്ങനെ ഐസ് ക്യൂബ് പോലെ ആക്കിയിട്ട് എടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്കിതും ഇതുപോലത്തെ നമ്മുടെ ഫ്ലാസ്കിൻ്റെ ഉള്ളിലൊക്കെ ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അതൊക്കെ പോകാനായിട്ട് കുറച്ച് നേരം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് കുലുക്കി കഴിഞ്ഞാൽ ഫുള്ള് നല്ലൊരു നാരങ്ങയുടെ സ്മെല്ലായിട്ട് മാറും. കണ്ടോ, അപ്പോൾ ഈ ഒരു ജ്യൂസ് നമ്മൾ കളയണ്ട. അതുപോലെ ഇപ്പോൾ ചെയ്ത പോലെ തന്നെ അത് വെറുതെ ആ ഒരു അടിച്ചെടുത്ത ലിക്വിഡില്ലേ, അത് ഇങ്ങനെ ഐസ് ക്യൂബ് ആക്കിയിട്ട് എടുത്ത് വെച്ചാൽ മതി. നമുക്ക് ആവശ്യത്തിന് അത് എടുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് ഇതുപോലത്തെ ചില്ല് ഗ്ലാസ്സുകളൊക്കെ ഉണ്ടാവില്ലേ, നിറം മങ്ങി എന്നുവെച്ചാൽ ഗ്ലാസിൻ്റെ ആ ഒരു തിളക്കൊക്കെ നഷ്ടപ്പെട്ടിട്ടുള്ള ഇതുപോലത്തെ ഗ്ലാസ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് എടുത്തിട്ട് ഇത് വെച്ചിട്ടൊന്ന് കഴുകി നോക്കിക്കഴിഞ്ഞാൽ നല്ല പുതിയതുപോലെ നല്ലൊരു പ്രത്യേക തിളക്കായിട്ട് ആ ഒരു ഗ്ലാസ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് തേച്ചിട്ട് കുറച്ച് നേരം വെച്ചിട്ട് ഒന്ന് കഴുകി നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവും, നമ്മൾ സാധാരണ കഴുകുന്നതും ഇത് വെച്ച് കഴുകുന്നതും തമ്മിൽ കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ നാൾ ഉപയോഗിക്കാണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ഗ്ലാസ്സൊക്കെ ആകെ മങ്ങാറുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്യണം. ഇതിപ്പോൾ പുതിയതുപോലെ ആയിട്ടുണ്ട്. ഈ ഒരു ഗ്ലാസ് നല്ലൊരു തിളക്കമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതുപോലത്തെ നാരങ്ങയൊക്കെ കേടാവുമ്പോൾ അതുപോലെ തൊണ്ടൊക്കെ ഉണങ്ങിയൊക്കെ പോകുമ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ നന്നായിട്ട് ഉപ്പൊക്കെ ചേർക്കുന്നതുകൊണ്ട് ഈ ഒരു ലിക്വിഡ് 1-2 ആഴ്ചയൊക്കെ നമുക്ക് പുറത്ത് വയ്ക്കാം. പിന്നെ അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ ഐസ് ക്യൂബ് ആക്കിയിട്ട് കുറേ നാൾ സൂക്ഷിക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആവശ്യത്തിന് എടുക്കാം. സിങ്കിലൊക്കെ ദുർഗന്ധമൊക്കെ വരുമ്പോൾ നമുക്ക് സിങ്കൊക്കെ ചില സമയത്ത് ബാഡ് സ്മെല്ല് തോന്നുകയാണെങ്കിൽ ഇതുപോലത്തെ ഒരു ക്യൂബ് ഇട്ടിട്ട് കഴുകി കഴിഞ്ഞാൽ നല്ലൊരു നാരങ്ങയുടെ സ്മെല്ലായിട്ട് വരും അത്.
ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നാരങ്ങ കേടാകാതെ കുറേ നാൾ സൂക്ഷിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ ഒരു ടിപ്പ് ചെയ്യാമെന്ന് വെച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരു ഓയിൽ നന്നായിട്ട് തടവി കൊടുക്കുക. ഇങ്ങനെ ഓയിൽ നന്നായിട്ട് തടവിയിട്ട് ഒരു ഗ്ലാസിൻ്റെ കുപ്പിയിൽ ചില്ല് കുപ്പിയിൽ ഇട്ടിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറേ നാൾ കേടാവാണ്ടിരിക്കും കേട്ടോ. അതുപോലെ ഞാൻ വേറൊരു ടിപ്പ് മുമ്പ് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിട്ടുള്ളതാണ്. പേപ്പറൊക്കെ വെച്ചിട്ട് പൊതിഞ്ഞിട്ട് അത് കാണാത്തവർ കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഇങ്ങനെയൊന്നും ആവില്ല. പിന്നെ ചിലപ്പോൾ തിരക്കൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അങ്ങനെ തന്നെ ഞാൻ വെക്കാറുണ്ട്. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഇതുപോലെയൊക്കെ വരുന്നത്. പിന്നെ അത് മറന്നും പോവും എടുത്ത് ഇതുപോലെയൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലത്തെ സിറ്റുവേഷൻ വരികയാണെങ്കിൽ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അത് യൂസ് ചെയ്യുക, വെറുതെ കളയണ്ട. ഇന്ന് ഷെയർ ചെയ്ത് തന്ന ടിപ്പുകളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഇനി ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഇതുപോലെയൊക്കെ ചെയ്ത് വെക്കണം. എന്നിട്ട് അതിൻ്റെ ആ ഒരു റിസൾട്ടൊക്കെ എന്നെ അറിയിക്കണം. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞാൻ വായിക്കാറുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോൾ റേഞ്ചൊക്കെ വളരെ കുറവായതുകൊണ്ടാണ് പഴയ വീഡിയോസിൻ്റെ കമൻസിനൊന്നും അധികം എനിക്ക് റിപ്ലൈ തരാൻ പറ്റാത്തത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യമായിട്ടൊക്കെ അറിയാനുണ്ടെങ്കിൽ പുതിയ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്താൽ മതി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഞാനത് കാണും. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ റിപ്ലൈ തരാം, ഏത് വീഡിയോൻ്റെ കമൻറ്റ് ആയാലും കേട്ടോ. അപ്പോൾ അങ്ങനെ നിങ്ങൾ അത്യാവശ്യമുള്ളവരെ അങ്ങനെ ചോദിക്കുക. പിന്നെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം, ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കണം. പിന്നെ പ്രാർത്ഥനാസ് വേൾഡ് ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിയിട്ട് സപ്പോർട്ട് ചെയ്യുക. ഇനിയപ്പോൾ നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് നല്ലൊരു ടിപ്പുമായിട്ട് വരാം, അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റോ എന്തെങ്കിലും ആയിട്ട് വരാം കേട്ടോ. അതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു.